ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോന്റെ പാഷൻ പ്രോ ആണ് വണ്ടി. നമുക്ക് അതിനകത്ത് കംപ്ലൈന്റ് ആയിട്ട് വന്നേക്കണം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പുകയുടെ കംപ്ലൈന്റ് ഉണ്ട്, സ്മോക്ക് കംപ്ലൈന്റ്, അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. വേറെ നമുക്ക് സർവീസോ ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വർക്കിന് വേണ്ടി നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. പുകയുടെ കംപ്ലൈന്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ സിലിണ്ടർ ഹെഡിന്റെ ഭാഗമാണ് നമുക്ക് അയക്കേണ്ടി വന്നേനെ. അപ്പൊ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിന്റെ സിലിണ്ടർ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നേക്കുന്നത്. അത് കൂടാണ്ട് അവിടെ തുരുമ്പിട്ടിട്ട് ആ സർഫേസ് വന്നിട്ട് ശരിക്കും ഒരു കുഴി പോലെ രൂപപ്പെട്ടേക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഫേസിലേക്ക് കയറി വരികയും കത്തുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ പുകയുടെ കംപ്ലൈന്റിന്റെ ഒരു മെയിൻ കാരണം കേട്ടോ. ഈ സൈഡൊക്കെ നോക്കിയറിയാം ഈ മാർക്ക് ചെയ്ത എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ ഡാമേജ് വന്നിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്നുള്ളത് ഇത് കണ്ടത്. ഈ സൈഡൊക്കെ തുരുമ്പണി കാണും കേട്ടോ. തുരുമ്പും ഉണ്ട്, അതേപോലെ തന്നെ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ സൈഡിൽ നല്ല രീതിയിൽ നേരെ വര പോലെ സ്ക്രാച്ചസും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഫേസിലേക്ക് കയറി വരും. ഫയറിങ് നടക്കുന്ന അതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ലൂബ്രിക്കേഷൻ, സിലിണ്ടർ വാളിലേക്ക് വന്ന ലൂബ്രിക്കേഷൻ വന്ന ഓയിൽ ആ റിങ്സിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കയറി വരികയും അവിടെ വന്ന് കത്തുന്നതാണ് മെയിനായിട്ട് നമ്മുടെ കംപ്ലൈന്റിന്റെ കാരണം. അപ്പൊ നമുക്ക് അതിന് ചെയ്യേണ്ടി വരുന്നത് സിലിണ്ടർ കിറ്റായിട്ട് മാറ്റിയിടേണ്ടി വരും. അതായത് സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന ഒരു കിറ്റായിട്ടാണ് വരാം. അത് നമുക്ക് മാറ്റിയിടണം. അത് കൂടാതെ നമുക്ക് അതിന്റെ സിലിണ്ടർ ഹെഡിനകത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് വാൽവും മാറ്റി സീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഭാഗം അത്രയും ഭാഗം ക്ലിയർ ആവുള്ളൂ. നമുക്കിപ്പോൾ ഇതിങ്ങനെ ലേറ്റിലേക്ക് വിടാം. ക്യാം ഷാഫ്റ്റിന്റെ ബെയറിംഗ് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ലേറ്റിൽ നിന്ന് തന്നെ അവർ ക്ലിയർ ചെയ്ത് തന്നോളൂ. വേറെ പറയത്ത കംപ്ലൈൻസ് കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വാൽവ് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും. വാൽവ് സീറ്റിംഗ് നടത്തേണ്ടതായിട്ട് വരും. പിന്നെ ഗ്യാസ്കറ്റുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിലേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഈ സൈഡിലെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സൈഡിലത്തെ ഓയിൽ സീൽ പോയാണ് കാണുന്നത്. ഈ സൈഡിലേക്ക് ഓയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ രണ്ട് ഓയിൽ സീലും ഓറിംഗ് ആണ് വരാം. അപ്പൊ അത് രണ്ടും മാറ്റിയിടാം. ഗിയറിന്റെ ഈ സൈഡിൽ തന്നെ ഓയിൽ സീലുണ്ട്, അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളും. പിന്നെ സിലിണ്ടർ ഹെഡ് അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ കാർബറേറ്ററും എയർ ഫിൽറ്ററും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ പൊടി കയറി പൂപ്പലൊക്കെ പിടിച്ച് ബ്ലോക്കാണ്. എയർ ഫിൽറ്റർ മാറ്റി പുതിയതിടാം. പിന്നെ അതിന്റെ ബോക്സൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. കാർബറേറ്റർ അസംബ്ലിയും കൂടിയും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു റിസ്ക് നിലവിലുണ്ട്. പറയാൻ കാരണം ഇപ്പോഴത്തെ പെട്രോളിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് എല്ലാ വണ്ടിയുടെയും കാർബറേറ്ററുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ വണ്ടിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് അഴിച്ചു നോക്കാണ്ട് 100% പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെ വന്നത് വെച്ചാൽ ഈ അലുമിനിയം എത്തനോളും, ഇപ്പൊ പെട്രോളിനകത്ത് 20% എത്തനോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് വരാം. അതും ഈ അലുമിനിയം ആയിട്ട് കെമിക്കൽ റിയാക്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു കംപ്ലൈന്റ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ ഓവർഫ്ലോ വരാനും സാധ്യത കൂടുതലാണ്. നമ്മൾ അഴിച്ച് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തിലൊരു വ്യത്യാസങ്ങൾ വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. വരില്ല എന്ന് വേണം വിചാരിക്കാൻ. പക്ഷെ നമുക്ക് 100% അത് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികളുടെയും അവസ്ഥ. അത് അറിഞ്ഞിരിക്കുക. എന്തായാലും നമുക്ക് സിലിണ്ടർ ഹെഡ് അഴിക്കുമ്പോൾ കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു റിസ്ക് നമുക്ക് ഉണ്ട്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർബറേറ്റർ സോളി മാറ്റി വെക്കാനേ പറ്റുള്ളൂ. പരമാവധി നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. കംപ്ലൈൻറ്റ്സ് വരാത്ത രീതിയിൽ നമ്മൾ നോക്കാം. എന്തെങ്കിലും സാഹചര്യം കംപ്ലൈന്റ് വന്നാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലിയും വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. ഓവർഫ്ലോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബാക്കിത്തെ ഭാഗങ്ങൾ ഇപ്പം മിസ്സിങ്ങിന്റെ ജെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. ഫ്ലോട്ട് വാൽവ് കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് മാറ്റിയിടാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് ശേഷം ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റി വെക്കാനേ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരും. അപ്പൊ അങ്ങനെ കാർബറേറ്റർ അഴിക്കാതിരുന്നാൽ പോരെ എന്നുള്ളൊരു സംശയം വരും. പക്ഷെ നമ്മൾ ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ സിലിണ്ടർ ഹെഡിന്റെ ഭാഗം ചെയ്യുമ്പോൾ കാർബറേറ്ററിൽ നിന്ന് പോണ പെട്രോളിന്റെ കൺസപ്ഷനും അതിന്റെ മിക്സിങ്ങും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. കാരണം അത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് കാർബൺ ഫോം ചെയ്യും സിലിണ്ടറിന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കാർബറേറ്റർ അഴിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇപ്പൊ സിലിണ്ടർ കിറ്റും വാൽവൊക്കെ ലേറ്റി കൊടുത്ത് ചെയ്തു വരുമ്പോൾ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കിന്റെ ഭാഗത്തൊക്കെ ലീക്കൊക്കെ ഉണ്ട്. ഇത് ഓയിൽ സീലൊക്കെ ലീക്കായി ഓയിലൊക്കെ ഒഴുകുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കണം. നമ്മളിപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 വർക്കുകളുടെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ വാട്സാപ്പിലേക്ക് ഇടുന്നത്. അപ്പൊ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തായാലും നമുക്ക് 2-3 ദിവസത്തിൽ താമസം നമുക്ക് സമയം തരണം അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. കാരണം ഹെഡ് ലേറ്റി പോയി ചെയ്യേണ്ട വർക്കാണ്. സിലിണ്ടർ ആയാലും നമുക്കിപ്പോൾ ഓർഡറിലേക്ക് ഇട്ടിട്ട് വരുത്തിയെടുക്കേണ്ട ഒരു താമസം വരും കേട്ടോ. അപ്പൊ എന്തായാലും ഒരു 3-4 ദിവസം, ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയ്ക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ.